നീ സൗണ്ടിൽ പറയ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് അവളോട് പറയിപ്പിച്ചതായിരുന്നു. പക്ഷെ അവൾക്ക് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത്. നമ്മൾ അയ്യപ്പ വിളക്കിന് പോകണം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഇവർ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഡ്രസ്സ് എല്ലാം നല്ല തണുപ്പ് കാരണം നമുക്ക് വേറെ രക്ഷയില്ല. എല്ലാവർക്കും ഷട്ടർ ഇട്ടേ പറ്റൂ. ഷട്ടർ അഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. പട്ടുപാൽ ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ബൈക്കിലാണ് എല്ലാവരും പോയത്. ഓട്ടോ ബുക്ക് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ബൈക്കിൽ പോയി. നമ്മൾ അവിടെ എത്തി. ഇതേ മണ്ഡപവും കാര്യങ്ങളൊക്കെ നമ്മൾ തൊഴുത് ഇറങ്ങിയ ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. നമ്മൾ നേരെ കയറി തൊഴുത ശേഷം ഓരോ ഫാമിലീസ് സെൽഫി എടുക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അപ്പുറത്ത് തന്നെ തിരുവാതിര കളി തുടങ്ങിയിട്ടുണ്ട്. തിരുവാതിര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതും കുറച്ച് നേരം കണ്ടു. നമ്മൾ ഏകദേശം നമ്മൾ 12:30 ആയിട്ടോ എത്താൻ തന്നെ. അതിനിടയിലാണ് നമ്മൾക്ക് അവിടെ പറ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പറ കഴിച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കൊല്ലം ചെയ്യാൻ പറ്റിയത് നമുക്ക് ദൈവത്തോട് നമ്മൾ നന്ദി പറയാൻ കേട്ടോ. എല്ലാ വർഷവും നമുക്ക് ഒരുപോലെ ഇതുപോലെ വന്ന് എല്ലാ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തേ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിപാട് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രസാദം വാങ്ങിച്ചു. അവിടുന്ന് നെല്ലും അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം 12:30 ആയി. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം. പിന്നെ വേറൊരു ചേച്ചി ഏട്ടനും അവരും വഴിപാട് ചെയ്യുന്നു. അപ്പോൾ അത് അവർക്ക് വീഡിയോ എടുത്ത് കൊടുത്തായിരുന്നു ഞാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് ഇതേ ക്യൂ വന്ന് നിൽക്കുന്നു. പക്ഷെ പിന്നൊരു കാര്യമുണ്ട്, അവിടെ കയ്യിൽ പ്ലേറ്റിൽ നമ്മളിങ്ങനെ വിളമ്പി വാങ്ങിച്ച് പോയിരുന്ന് കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തിരക്കൊന്നും കാര്യമില്ല. നമുക്ക് വേഗം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു. വേഗം ഭക്ഷണമൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ക്യൂവിൽ പോയി നിന്നു. ഭക്ഷണം കിട്ടി. സാമ്പാർ, ഒരു ഉപ്പേരി, ഒരു 2 കൂട്ടം ഉപ്പേരികളും മസാലക്കറിയും, ഒരു പപ്പടം, അച്ചാർ, അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞൊരു സദ്യയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇവിടെ കളിപ്പാട്ടം കണ്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ബലൂണ് വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ബലൂണ് വാങ്ങിച്ചു കൊടുത്തു. ആദ്യമൊന്നും വേണം പറയില്ല എന്നിട്ട് ഇപ്പം എവിടെ കണ്ടാലും വാങ്ങിക്കാതെ വിടില്ല അവളെ. എവിടെ കണ്ടാലും അത് വേണം. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത് എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അത് മുട്ടിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടത്തേമിൻ്റെ മുഖം കണ്ടില്ല, അത് തട്ടിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നില്ല. മുഖത്തെല്ലാം തട്ടുമായിരുന്നു സാധനം. പിന്നെ അത് കഴിഞ്ഞ് അതിൽ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു നമ്മൾ. എന്തൊക്കെയാണ് ഈ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുട്ടികളുടെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സങ്ങനെ നിറയും. അതാണ് സത്യം. നമ്മൾ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് മേളം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നീച്ച് നിന്ന് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ കാണണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന് കണ്ടു. ഇത് 3 മിനിറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാവേ. അപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ.